ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 5ാം ക്ലാസ്സിലെ ടെൻഡർ ഷൂട്ട്സ് എന്ന യൂണിറ്റിൽ ദ മൂൺ എന്ന പോമാണ് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു സ്റ്റോറിയാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു അല്ലേ. ഇതിലെന്താണ് പറയുന്നത്? നേച്ചറിനെ നമ്മൾ ഹാം ചെയ്താൽ, പ്രകൃതിയെ നമ്മൾ ദ്രോഹിച്ചാൽ, ബുദ്ധിമുട്ടിച്ചാൽ പ്രകൃതി എന്ത് ചെയ്യും? അതിൻ്റെ ഭീകരമുഖം നമുക്ക് നമ്മുടെ മുന്നിൽ കാണിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അത് കാണിക്കുന്നതിന് വേണ്ടി, അത് നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടും പിന്നെ ന്യൂസ് ഹെഡ്ലൈൻസും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചത്, നമ്മൾ അറിഞ്ഞത്. ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വായിക്കുമ്പോഴും അതിൽ ഈ ഹെഡ്ലൈൻസ് വായിക്കുമ്പോഴും നമുക്കതാണ് മനസ്സിലാവുന്നത്. വെള്ളം കൂടിപ്പോയാലും അല്ലെങ്കിൽ വേറെ എന്തെല്ലാം നമ്മൾ ചെയ്യുന്നോ അതിനൊക്കെ പരിസ്ഥിതിക്ക് എതിരായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ഓരോ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് വരുത്തി വയ്ക്കുന്നത് എന്ന ഒരു മെസ്സേജ് തരുന്ന ഒരു ഭാഗമാണ് ഇത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ആ സ്റ്റോറിയിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാ കൂട്ടുകാരും, ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റോറിയാണ് റെബേക്ക ദ ചേഞ്ച് മേക്കർ. അപ്പോൾ ഇതിന് മുകളിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? വി ഹാവ് സീൻ that excess of water can result in a calamity. എന്താണ് കലാമിറ്റി എന്ന് പറഞ്ഞാൽ? കലാമിറ്റി ദുരിതം എന്നാണ് മീനിങ്. കലാമിറ്റി എന്ന് പറഞ്ഞാൽ ദുരിതം. എക്സസ് ഓഫ് വാട്ടർ, എക്സസ് എന്ന് പറഞ്ഞാൽ കൂടുതലായി വെള്ളം കൂടിപ്പോയാൽ അതെന്താവും? അതൊരു ദുരിതമായി മാറും. അതുപോലെ സ്കാർസിറ്റി ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ കുറവും എന്താണ്? ക്യാൻ ഓൾസോ ബി എ പ്രോബ്ലം, അതും ഒരു പ്രശ്നമാണ്. വെള്ളം കൂടിപ്പോയാലും പ്രശ്നമാണ്, വെള്ളം കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. നൗ ലെറ്റ്സ് റീഡ് എ സ്റ്റോറി. നമുക്ക് ഒരു സ്റ്റോറി ഇനി വായിക്കാം അല്ലേ. സോ ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി ഈസ് റെബേക്ക ദ ചേഞ്ച് മേക്കർ. നമുക്കിത് വായിക്കുമ്പോൾ തന്നെ അറിയാം, റെബേക്ക ഈസ് എ നെയിം. റെബേക്ക എന്ന് പറയുന്നത് ഒരു പേരാണ്. റെബേക്ക ആരാണ്? ദ ചേഞ്ച് മേക്കർ. എന്താണ് ചേഞ്ച് മേക്കർ എന്ന് പറഞ്ഞാൽ? ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു നല്ല മാറ്റം കൊണ്ടുവരുന്ന ആളാണ് ചേഞ്ച് മേക്കർ. അപ്പോൾ റെബേക്ക നമ്മുടെ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തോ ഒരു നല്ല മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റം എന്താണ് എന്നാണ് ഈ സ്റ്റോറിയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് വായിക്കാം. In the land of the Maasai, in southwest Kenya, there was a girl named Rebecca. In the land of the Maasai, മാസായിയുടെ ലാൻഡിൽ, ഭൂമിയിൽ, സ്ഥലത്ത് എന്നർത്ഥം. അപ്പോൾ ഈ മാസായി എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ കെനിയയിൽ ഉള്ള ഒരു ഗോത്രവർഗമാണ് മാസായി. കന്നുകാലി വളർത്തലും അങ്ങനെ കുറേ കൃഷിയുമൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകുന്ന മാസായി എന്ന ഗോത്രവർഗക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു റെബേക്ക. ഓക്കെ, അപ്പോൾ ഈ മാസായികൾ ജീവിക്കുന്നത് സൗത്ത് വെസ്റ്റ് കെനിയയിലാണ്. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് റെബേക്ക. ഹെർ ഫാമിലി കെപ്റ്റ് കാറ്റിൽ, ഷീപ്പ് ആൻഡ് ഗോഡ്സ് ആൻഡ് ഡിപ്പെൻഡഡ് ഓൺ ഫാമിംഗ് ദ ലാൻഡ് ഫോർ ഫുഡ്. ഹെർ ഫാമിലി കെപ്റ്റ്, അവരുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്നു, ഫാമിലി സൂക്ഷിച്ചിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഫാമിലിയിൽ ഉണ്ടായിരുന്നു. കാറ്റിൽ, കന്നുകാലികൾ, ഷീപ്പ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാട്, ആൻഡ് ഗോഡ്സ്, ആടുകൾ, ആൻഡ് ഡിപ്പെൻഡഡ് ഓൺ ഫാമിംഗ് ദ ലാൻഡ്, എന്താണ്? ഭൂമിയിൽ കൃഷി ചെയ്ത് കൃഷിയെ ആശ്രയിച്ചായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്? ജീവിച്ചിരുന്നത്. ലാൻഡ് ഫോർ ഫുഡ്, എന്തിനു വേണ്ടി? ഭക്ഷണത്തിന് വേണ്ടി അവർ കൃഷി ചെയ്തായിരുന്നു ജീവിച്ചിരുന്നത്. ആഫ്റ്റർ സ്കൂൾ ടൈം കഴിഞ്ഞാൽ, ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം, സ്കൂൾ ടൈമിന് ശേഷം റെബേക്ക യൂസ്ഡ് ടു ഹെൽപ്പ് ഹെർ ഫാമിലി. റെബേക്ക എന്ത് ചെയ്യും? യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ പതിവായി എന്നുള്ള മീനിങ് ആണ്. യൂസ്ഡ് ടു
ഹെൽപ്പ് ഹെർ ഫാമിലി. എന്ത് ചെയ്യും? പതിവായി അവളുടെ ഫാമിലിയെ, കുടുംബത്തെ ഹെൽപ്പ് ചെയ്യും, സഹായിക്കും. ആൻഡ് ടേക്ക് കെയർ ഓഫ് ദി ആനിമൽസ് ഓൺ ദി ഫാം. ഫാമിലുള്ള ആനിമൽസിനെയൊക്കെ ടേക്ക് കെയർ, ശുശ്രൂഷിക്കും, പരിപാലിക്കും. അവരുടെ ഫാമിലെ ആനിമൽസിനെയൊക്കെ അവരെന്ത് ചെയ്യും? പരിപാലിക്കും. അപ്പോൾ ഇതിൽ നമ്മുടെ ചിത്രം കാണാം. ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവും റബേക്ക എന്ത് ചെയ്യുന്നുണ്ട്. ഈ ഫാമിലുള്ള ആനിമൽസിന് വെള്ളം കൊടുക്കുന്നുണ്ട്, ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ റബേക്ക ഈ ഒരു ഫാമിലുള്ള ആനിമൽസിനെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് നമുക്ക് കാണാം, പരിപാലിക്കുന്നത് നമുക്ക് ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവും അല്ലേ. അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡിഡ് റബേക്കാസ് ഫാമിലി ഡു ഫോർ എ ലിവിങ്? റബേക്കയുടെ ഫാമിലി ജീവിക്കാൻ വേണ്ടി എന്താണ്, ജീവിതമാർഗത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? റബേക്കാസ് ഫാമിലി കെപ്റ്റ് കാറ്റിൽ, ഷീപ്പ് ആൻഡ് ഗോഡ്സ് ആൻഡ് ഡിപ്പെൻഡഡ് ഓൺ ഫാമിംഗ് ഫോർ ഫുഡ് അല്ലേ. നമ്മളത് വായിച്ചതാണ്. അവർ കന്നുകാലികളെ വളർത്തുന്നു, ഷീപ്പിനെ വളർത്തുന്നു, ഗോട്ടിനെ വളർത്തുന്നു, പിന്നെ അവർക്ക് ഫുഡിന് വേണ്ടി കൃഷിയും ചെയ്യുന്നു. ഇതാണ് അവർ ഒരു ലിവിങ്ങിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോറിയുടെ ബാക്കി വായിക്കാം. ഓൺ എ വെരി ഹോട്ട് ഡേ, ഏറ്റവും ചൂടുള്ള ദിവസം, റബേക്ക ഫൗണ്ട് ഹർ മദർ ക്രൈയിങ്. റബേക്ക അവളുടെ അമ്മ കരയുന്നത് കണ്ടു. എന്ത് പറഞ്ഞാണ് അമ്മ കരയുന്നത്? അവർ ക്രോപ്സ് ഹാവ് ബീൻ ബാഡ് ദിസ് ഇയർ ഷീ സെഡ്. അവരെന്താ പറയുന്നത്? അവർ ക്രോപ്സ്, അവർക്ക് കൃഷിയാണ് എന്ന്, കൃഷി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഫുഡിന് വേണ്ടി അവർ കൃഷി ചെയ്യുന്നുണ്ട്. അവർ ക്രോപ്സ്, നമ്മുടെ വിളകൾ, അവർ കൃഷി ചെയ്യുന്ന അവരുടെ വിളകൾ എന്താവും? ഹാവ് ബീൻ ബാഡ് ദിസ് ഇയർ, ഈ വർഷം അവയെല്ലാം മോശമാകുമെന്നാണ് തോന്നുന്നത്. ഷീ സെഡ്, അമ്മ പറയാണ്. നൗ അവർ ഗോഡ്സ് ആൻഡ് ഷീപ്പ് മൈറ്റ് ഡൈ. നമ്മുടെ ഗോഡ്സും ആടുകളും ഷീപ്പ്, ചെമ്മരിയാടുകളുമൊക്കെ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, ചത്തുപോകാൻ സാധ്യതയുണ്ട് അല്ലേ. ഇതൊക്കെ പറഞ്ഞിട്ടാണ് റബേക്കയുടെ മദർ ക്രൈ ചെയ്യുന്നത്, കരയുന്നത്. ലേറ്റർ അറ്റ് സ്കൂൾ, ശേഷം പിന്നീടൊരു ദിവസം സ്കൂളിൽ വെച്ച് റബേക്ക ആസ്ക്ഡ് ഹെർ ടീച്ചർ വൈ ദർ ഹാഡ് ബീൻ സോ ലിറ്റിൽ റെയിൻ ദാറ്റ് ഇയർ. റബേക്ക അവരുടെ ടീച്ചറോട് ചോദിക്കുകയാണ്, വൈ ദർ ഹാഡ് ബീൻ സോ ലിറ്റിൽ റെയിൻ ദാറ്റ് ഇയർ. ആ വർഷം എന്തുകൊണ്ടാണ് അത്രയും മഴ കുറഞ്ഞു പോയത്? വി ഹാവ് ഹാഡ് മെനി ഡേയ്സ് വിത്തൗട്ട് റെയിൻ. നമുക്ക് മഴയില്ലാത്ത ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞുപോയി. സെറ്റ് ഹെർ ടീച്ചർ. അപ്പോൾ അവരുടെ ടീച്ചർ പറയാണ്, മറുപടിയായിട്ട് റബേക്കയോട് പറയാണ്, വെൻ വി ഹാവ് നോ റെയിൻ, നമുക്ക് മഴ ഇല്ലെങ്കിൽ എന്ത് പറ്റും? പ്ലാന്റ്സ് കനോട്ട് ഗ്രോ. പ്ലാന്റ്സ് എന്ത് ചെയ്യില്ല? ഗ്രോ ചെയ്യില്ല, വളരില്ല. പ്ലാന്റ്സ് എന്ത് ചെയ്യില്ല? ഗ്രോ ചെയ്യില്ല, വളരില്ല. ഇഫ് ദർ ആർ നോ ക്രോപ്സ് ഫോർ ഫുഡ് ആൻഡ് നോ വാട്ടർ ടു ഡ്രിങ്ക്. ഇഫ് ദർ ആർ നോ ക്രോപ്സ് ഫോർ ഫുഡ്, ഭക്ഷണത്തിന് വിളകളില്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിനുള്ള വിളകളില്ലെങ്കിൽ, അല്ലെങ്കിൽ നോ വാട്ടർ ടു ഡ്രിങ്ക്, കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ, അവർ ആനിമൽസ് വിൽ ഡൈ, നമ്മുടെ മൃഗങ്ങളെല്ലാം ചത്തുപോകും. എവ്രി വൺ ഇൻ ദ ക്ലാസ് വാസ് ക്വയറ്റ് ഫോർ എ മൊമെൻറ്റ്. ഒരു നിമിഷത്തേക്ക്, മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നിമിഷം. ആ ഒരു ടീച്ചർ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും ക്വയറ്റ്, നിശബ്ദരായി. ഫോർ എ മൊമെൻറ്റ്, ഒരു നിമിഷത്തേക്ക് എല്ലാ കുട്ടികളും ഇത് കേട്ട് പേടിച്ച് നിശബ്ദരായിരുന്നു. കാരണം എന്താണ്? അവർക്ക് മഴ കിട്ടിയിട്ട് ഒരുപാട് ദിവസങ്ങളായി അല്ലേ. അപ്പോൾ ഈ വർഷം അവർക്ക് മഴ വളരെ കുറവാണ്. അവരുടെ ക്രോപ്സും ഒക്കെ നശിച്ചു പോകും. അതുപോലെ അവർക്ക് കുടിക്കാനൊന്നും വെള്ളമില്ലെങ്കിൽ ആനിമൽസൊക്കെ ചത്തുപോകും അല്ലേ. ദേ വർ വറീഡ് അബൌട്ട് ദെയർ ഫാമിലീസ്. ഓരോ കുട്ടികളും അവരുടെ ഫാമിലിയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചു. ദെയർ ആനിമൽസ് ആൻഡ് ദെയർ കമ്മ്യൂണിറ്റി. അവരുടെ ഫാമിലീസിനെ കുറിച്ച് മാത്രമല്ല, അവരുടെ വളർത്തുന്ന ആനിമൽസിനെ കുറിച്ചും, പിന്നെ അവിടെയുള്ള മറ്റു സമുദായങ്ങൾ, അവരുടെ കൂടെ താമസിക്കുന്ന ബാക്കിയുള്ളവരെ കുറിച്ചെല്ലാം അവരോർത്ത് ആകെ വിഷമിച്ചു അല്ലേ. ഈ കുട്ടികൾ ടീച്ചർ പറഞ്ഞതൊക്കെ കേട്ട് പേടിച്ച് ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. At the school library, Rebecca searched for more information about rain. അങ്ങനെ ഇത് കഴിഞ്ഞ് റബേക്ക സ്കൂൾ ലൈബ്രറിയിൽ പോയി. അറ്റ് ദ സ്കൂൾ ലൈബ്രറിയിൽ റബേക്ക സെർച്ച്ഡ് ഫോർ മോർ ഇൻഫർമേഷൻ. കൂടുതൽ അറിവിന് വേണ്ടി റബേക്ക സെർച്ച് ചെയ്തു. എന്തറിവിന് വേണ്ടിയിട്ടാണ്? എബൌട്ട്
റെയിൻ. എന്തിനെക്കുറിച്ചാണ്? മഴയെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി റബേക്ക ലൈബ്രറിയിൽ സെർച്ച് ചെയ്തു. വാട്ട് ഷീ ലേൺഡ് അലാംഡ് ഹെർ. അവിടെ വെച്ച് അവൾ അറിഞ്ഞ കാര്യം എന്താണ്? അവൾ എന്തോ ഒരു കാര്യം അവിടെ നിന്ന് അറിഞ്ഞു. ആ അറിഞ്ഞ കാര്യം അലാംഡ് ഹെർ, അവളെ പേടിപ്പെടുത്തി. എന്തായിരിക്കും അവൾ അറിഞ്ഞത്? എന്താണെന്ന് നമുക്ക് വായിച്ചു നോക്കാം അല്ലേ? ദ ഹോൾ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ. ഹോൾ വേൾഡ്, ഹോൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ, ഈ മുഴുവൻ ലോകവും ഈസ് ഗെറ്റിംഗ് ഹോട്ടർ. ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദർ ഈസ് ലെസ് റെയിൻ. അവിടെ എന്താണ്? മഴ വളരെ കുറവുമാണ്. ഷീ ലേൺഡ് എ ന്യൂ ടേം. ഒരു പുതിയ വാക്കുകൂടി അവൾ പഠിച്ചു. എന്താണ് ആ പുതിയ വാക്ക്? ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥാ വ്യതിയാനം. കാലാവസ്ഥയിൽ വരുന്ന ഈ ഒരു മാറ്റം, കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, അതാണ് ക്ലൈമറ്റ് ചേഞ്ച്. ആ ഒരു പുതിയ ടേമാണ് നമ്മുടെ റബേക്ക അവിടെ നിന്നും പഠിച്ചത്. കാർസ്, ബസ്സസ് ആൻഡ് എയറോപ്ലെയിൻസ് ആർ പൊല്യൂട്ടിംഗ് ദ എയർ. റബേക്ക അറിഞ്ഞൊരു പുതിയ കാര്യമാണ്. കാറുകളും ബസ്സുകളും എയറോപ്ലെയിനുകളും എല്ലാം എന്താണ്? നമ്മുടെ വായുവിനെ പൊല്യൂട്ട് ചെയ്യുന്നു, മലിനമാക്കുന്നു, നമ്മുടെ എയറിനെ മലിനമാക്കുന്നു. ട്രീസ് ആർ ബീയിങ് കട്ട് ഡൗൺ. മരങ്ങളെല്ലാം മുറിച്ചു മാറ്റുകയാണ് ആര്? മനുഷ്യർ അല്ലേ? ആൻഡ് യൂസ്ഡ് ടു മേക്ക് ബിൽഡിങ്സ്. നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞു യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ സ്ഥിരമായി പതിവായി ചെയ്യുന്ന ഒരു കാര്യം. പതിവായി എന്നുള്ള മീനിങ് ആണ്. മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി അവിടെ ബിൽഡിങ്സ് പണിയുകയാണ് ഇപ്പോൾ മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യം. ഹ്യൂജ് പൈൽസ് ഓഫ് ട്രാഷ് ആർ തോട്ട്ലെസ്ലി ബറീഡ് ഇൻ ദ ഗ്രൗണ്ട്. ഹ്യൂജ് പൈൽസ് ഓഫ് ട്രാഷ്, മാലിന്യങ്ങൾ, വലിയ ഹ്യൂജ് പൈൽസ് എന്ന് പറഞ്ഞാൽ വലിയ കൂനകളായിട്ട് ട്രാഷ്, മാലിന്യം, ആർ തോട്ട്ലെസ്ലി ബറീഡ് ഇൻ ദ ഗ്രൗണ്ട്. ഒന്നും ചിന്തിക്കാതെ എന്തൊക്കെയാണ് ഇതുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ, നാശനഷ്ടങ്ങൾ എന്നൊന്നും ആരും ചിന്തിക്കാതെ മണ്ണിൽ കുഴിച്ചിടുകയാണ് ആര്? മണ്ണിൽ കൊണ്ടുവന്ന് കൂട്ടിയിടുകയാണ് മനുഷ്യർ ചെയ്യുന്നത്. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ ഹാമിങ് നേച്ചർ. ഈ ആക്ടിവിറ്റീസ് എല്ലാം പ്രകൃതിയെ വളരെയധികം ദ്രോഹിക്കുന്നു. റബേക്ക ഫെൽറ്റ് സാഡ്. റബേക്കയ്ക്ക് എന്ത് തോന്നി? സങ്കടം തോന്നി. വാട്ട് ക്യാൻ ഐ ജസ്റ്റ് എ ലിറ്റിൽ ഗേൾ ഡു ടു ഹെൽപ്പ് ദ ഹോൾ വേൾഡ്. എന്താണ് റബേക്ക പറയുന്നത്? എന്നെക്കൊണ്ട് ഒരു ചെറിയ പെൺകുട്ടിയായ എന്നെക്കൊണ്ട് ഈ ഒരു വലിയ ലോകത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? എന്ത് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ലോകത്തെ മാറ്റുക? ഷീ വണ്ടേർഡ്. അവൾ അത്ഭുതത്തോടെ ആലോചിച്ചു. എന്ത് ചെയ്യാൻ കഴിയും? വാട്ട് ക്യാൻ ഐ ഡു എന്ന്. ഈ ഒരു സമൂഹത്തെ, ഈ ഒരു ലോകത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി, ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്നും ലോകത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എൻ്റെ സമൂഹം മാത്രമല്ല ബുദ്ധിമുട്ടുന്നത്. ദ ഹോൾ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ എന്ന് ആര് മനസ്സിലാക്കി? റബേക്ക മനസ്സിലാക്കി. അപ്പോൾ ഇതിനെതിരെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് റബേക്ക ആലോചിച്ചു. ഈ ഒരു പേജിലും 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ? വൈ വാസ് റബേക്കാസ് മദർ സാഡ്? നമ്മൾ കണ്ടു റബേക്കയുടെ മദർ ക്രൈ ചെയ്യുകയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ എന്താണ് റബേക്കയുടെ മദർ എന്തിനാണ് സങ്കടപ്പെടുന്നത്? വൈ വാസ് റബേക്കാസ് മദർ സാഡ്? എന്തിനാണ് സങ്കടപ്പെടുന്നത്? ദെയർ വാസ് സോ ലിറ്റിൽ റെയിൻ ഇൻ ദാറ്റ് ഇയർ. അപ്പോൾ ആ വർഷം മഴയൊക്കെ വളരെ കുറവായിരുന്നു. അവരുടെ ഗോഡ്സ് ആൻഡ് ഷീപ്സ് ഗോഡ്സും ഷീപ്പൊക്കെ മരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആലോചിച്ചിട്ടാണ് ബിൽഡിങ്ങുകൾ റബേക്കയുടെ മദർ എന്തായത്? ഗ്രൗണ്ട്. വാട്ട് ന്യൂ ഇൻഫർമേഷൻ മാലിന്യങ്ങൾ ഗ്രൗണ്ടിൽ ലൈബ്രറിയിൽ കിട്ടിയ ന്യൂ ഇൻഫർമേഷൻ എന്താണ്? നേച്ചർ. ഈ ആക്ടിവിറ്റീസ് ഒക്കെ കാർസ്, ബസ്സസ് ആൻഡ് എയറോപ്ലെയിൻസ് ആർ പൊല്യൂട്ടിംഗ് ദ എയർ എന്നാണ് റബേക്ക അറിഞ്ഞ പുതിയ കാര്യം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ന്യൂ ഇൻഫർമേഷൻ റബേക്ക ഗെറ്റ് ഫ്രം ദി ലൈബ്രറി? റബേക്കയ്ക്ക് ലൈബ്രറിയിൽ നിന്ന് കിട്ടിയ പുതിയ വിവരം എന്താണ്? നേച്ചർ. ഇതാണ് റബേക്ക അറിഞ്ഞിട്ടുള്ള പുതിയ ഇൻഫർമേഷൻ. ഓക്കെ, എല്ലാ കൂട്ടുകാരും ഈ ഒരു സ്റ്റോറി നന്നായിട്ട് വായിക്കുക. സ്റ്റോറിയുടെ ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.
എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്